ബെഞ്ച് കേസിലെ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുവാൻ സർക്കാർ ഉത്തരവായിരിക്കുന്നു. ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെയും ശുപാർശകൾ സർക്കാർ അംഗീകരിച്ചു. ഡിജിറ്റൽ തെളിവുകൾ തള്ളിയത് നിസ്സാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയെന്ന് ശുപാർശയിൽ DGPയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും പറയുന്നു. നിലനിൽക്കാത്ത കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തെളിവുകൾ അവഗണിച്ചതെന്നും അപ്പീലിൽ പറയുന്നുണ്ട്. സുതാര്യമായ വിചാരണ നടന്നില്ല എന്നാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിക്കുന്നത്. നടൻ ദിലീപ് അടക്കമുള്ള പ്രതികളെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതിയുടെ ഉത്തരവ് നിലനിൽക്കില്ല എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. വിചാരണ കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് പോകുവാൻ തങ്ങൾക്ക് പാസ്പോർട്ട് ലഭിച്ചെന്നായിരുന്നു അജകുമാർ പറഞ്ഞത്. ഇക്കഴിഞ്ഞ 7.5 വർഷമായി വിചാരണ കോടതിയിൽ ശ്വാസം മുട്ടിയാണ് നിന്നിരുന്നതെന്നും നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നും പ്രോസിക്യൂട്ടർ പറയുകയാണ്. 1 മുതൽ 6 വരെ ശിക്ഷിച്ച പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വേണമെന്ന് അപ്പീലിൽ പറയുമെന്നും ഇവർ പറയുന്നുണ്ട്. വിചാരണ കോടതി അവഗണിച്ച തെളിവുകളെല്ലാം തന്നെ ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ അംഗീകരിക്കുമെന്നും ഗൂഢാലോചന കുറ്റം കൃത്യമായി തന്നെ തെളിയിക്കുവാൻ കഴിയുമെന്നുമാണ് പ്രോസിക്യൂഷൻ പ്രതീക്ഷിക്കുന്നത്.